നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ബാലേന്ദ്രനോട് അലീന പറഞ്ഞു, അച്ഛാ എനിക്ക് അത്ര വലിയ മുതലാളിമാരുടെ വീട്ടിലേക്കൊന്നും പോകണ്ട, ഒരു സാധാരണ വീട്ടിലേക്ക് പോയാൽ മതി, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഏതെങ്കിലും ആയുർവേദ ഹോസ്പിറ്റലിലോ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ വല്ല തൂപ്പുകാരിയായിട്ട് കിട്ടിയാൽ മതി, ഞാൻ അങ്ങനെ പോയിക്കൊള്ളാന്ന് പറഞ്ഞു. അതൊന്നും സാരമില്ല, അവരെ വിളിക്കുമല്ലോ നോക്കാം, എന്നിട്ടാട്ടെ അന്ന് ഒരു കാര്യം ചെയ്യട്ടെ, മാമച്ചനങ്ങളോട് പറയട്ടെ, അങ്കിൾ എനിക്ക് റെഡിയാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ശരിയാവില്ല. അതെന്താ അച്ഛാ? അതെ, നിന്റെ കാര്യത്തില് എനിക്ക് ചില ഉത്തരവാദിത്തങ്ങളൊക്കെ ഉണ്ട്, ഞാനല്ല നിന്റെ ഗാർഡിയന്, അപ്പൊ ഞാൻ തന്നെ ശരിയാക്കിക്കോളാം, അല്ലാതെ വേറെ ആരും ഇതിന്റെ ഇടയ്ക്ക് തലയിടണ്ട, നിന്റെ ഉത്തരവാദിത്തം എന്റേതാന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, എങ്കിൽ ശരി ആയിക്കോട്ടെ, അച്ഛന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോ കൃഷ്ണമോളും ബബിതയൊക്കെ നിൽക്കുന്നുണ്ട്. കൃഷ്ണമോട് ചോദിച്ചു, എന്തായി അലീന ചേച്ചി? അലീന ചേച്ചി എങ്ങോട്ടാ കൊണ്ടുവിടുന്നെന്നുള്ള കാര്യം വലുതും അച്ഛൻ പറഞ്ഞോ? ഇല്ല മോളെ, ഒന്നും പറഞ്ഞില്ല, ചിലപ്പോ കുറെ ദൂരത്തേക്കായിരിക്കും അല്ലേ? അതേന്ന് തോന്നേ. പവിത പറഞ്ഞു, എങ്ങോട്ട് വേണം പോയിക്കോ, ദൂരത്തേക്കോ എവിടെ വേണേലും, ചോദിച്ചു വാങ്ങിയതല്ലേ, എനിക്കിപ്പോ എന്താ, എവിടെ പോയാലും എനിക്കെന്താന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭാവിത ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അലീനയ്ക്ക് മനസ്സിലായി ആ ദേഷ്യത്തിന്റെ കാരണം എന്താന്ന്. താൻ ഇവിടുന്ന് പോകുന്നതിന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. കൃഷ്ണമോള് പറഞ്ഞു, ചേച്ചി പോവുമില്ലേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അലീന ഒരു ചിരിയും ചിരിച്ചു. അലീനയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രാത്രിയായി കഴിഞ്ഞപ്പോൾ അത്താഴം കഴിക്കാനായിട്ട് ബാലേന്ദ്രൻ ഇറങ്ങി വന്നു. അവൻ ബബിതയും കൃഷ്ണമോളും ഒക്കെ ആഹാരം എടുത്ത് വെക്കുകയാണ്. രോഹിത്തുണ്ട്. അല്ല അലീന എന്തിയേ? അലീന ചേച്ചി കുളിക്കുമെന്ന് പറഞ്ഞു. എങ്കിൽ പിന്നെ അവളൂടെ വന്നിട്ട് കഴിച്ചാൽ പോരെ? അതെ, കുളിയൊക്കെ കഴിഞ്ഞ മേക്കപ്പ് ചെയ്യാൻ കയറിയിരിക്കുക. മേക്കപ്പ് ചെയ്യാനോ? അവള് മേക്കപ്പ് ചെയ്യാനോ എന്ന് കൃഷ്ണമോളോട് ബാലേന്ദ്രൻ ചോദിച്ചു. അതെ, മേക്കപ്പ് എന്ന് പറഞ്ഞാല് ഇത്തിരി പൗഡർ ഇടും, ചിലപ്പോ ഒന്ന് കണ്ണെഴുതും, ഒരു കുറിവരിക്കും, അത്രേ ഉള്ളെന്ന് പറഞ്ഞു. പണ്ട് കാലത്ത് അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴങ്ങനെയല്ലല്ലോ. ആ സമയം ഭവിത ചോദിച്ചു, അച്ഛൻ എന്താ വേണ്ടേ? മോര് വേണോ അതോ രസം വേണോ? അല്ല സാമ്പാറില്ലേടി? പിന്നെ രാത്രിയിൽ ഒരു സാമ്പാർ, എങ്കിൽ പിന്നെ ഇത്തിരി മോരൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. ആ സമയം കൃഷ്ണമോള് ചോദിച്ചു, അല്ലച്ചാ അലീന ചേച്ചി എവിടെയാ കൊണ്ടുവിടാൻ പോകുന്നേ? കൊണ്ടുവിടുന്ന കാര്യം ഉറപ്പിച്ചോന്ന് ചോദിച്ചു. അല്ല അവൾക്ക് പോണമെന്നല്ലേ പറഞ്ഞേ? അത് പിന്നെ അച്ഛാ, അതെ, അവള് നമ്മളിപ്പോ എവിടെയെങ്കിലും കൊണ്ടേ വിട്ടില്ലെങ്കിലും അവൾ ഈ വീട് വിട്ടു പോവും, എങ്കിലല്ലേ നിന്റെ അമ്മ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ബബിത പറഞ്ഞു, അച്ഛാ അത് പിന്നെ എന്താടി, അമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അമ്മ വന്നു കഴിയുമ്പോ ആ കാര്യത്തെക്കുറിച്ച് പറയണ്ട, അത് പറഞ്ഞാൽ ശരിയാകത്തില്ല, പിന്നെ ഉള്ള സമാധാനം കൂടെ പോകുമെന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾ തമ്മിൽ ഈ ഐക്യവും കാര്യങ്ങളൊക്കെ എപ്പോഴും ഉണ്ടായിരിക്കണമെന്ന് പറഞ്ഞു. കൃഷ്ണമോള് പറഞ്ഞു, ഞങ്ങൾ തമ്മിലുള്ള ഐക്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇത് കുറച്ച് നേരത്തെ ആവായിരുന്നു, അതിന് വേറൊരാൾ വരേണ്ടി വന്നു, അത് പിന്നെ അച്ഛാ അങ്ങനെയൊന്നും അല്ല, ഞങ്ങൾ തമ്മിൽ നല്ല ഐക്യത്തിലാന്ന് പറഞ്ഞു. അതങ്ങനെ തന്നെ വേണമെന്നാ ഞാനും പറഞ്ഞേ, ഇനി തുടർന്നും അങ്ങനെ തന്നെ വേണം, ഒരു കുടുംബം മുന്നോട്ട് പോകാനായിട്ട് ഒരാൾ വിചാരിച്ചാൽ മതി, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവതി ചോദിച്ചു, അല്ല അച്ഛാ അലീന ചേച്ചി എവിടെയാ കൊണ്ടേയാക്കുന്നേ? കുറെ ദൂരത്തോ മറ്റോ ആണോ? അല്ല അലീന ചേച്ചി കൊണ്ടേയാക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞല്ലോ അവളെ കുറച്ച് ദൂരത്തേക്കാ കൊണ്ടേയാക്കുന്നേ. അല്ല അവളൊന്നും പറഞ്ഞില്ലേ? രോഹിത്ത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. കുളത്തൂപ്പുഴയെന്നൊരു സ്ഥലത്താണ് കൊണ്ടേയാക്കുന്നേ. അതെന്താ വെച്ചാൽ അത്ര ദൂരത്ത്? അച്ഛൻ അവിടെ പരിചയക്കാരോ വല്ലതുണ്ടോ? പരിചയക്കാരുണ്ട്, അതുകൊണ്ടാണ് അത്ര ദൂരത്ത്. അല്ല അവിടെ നോക്കട്ടെ, അവിടെ റെഡിയായില്ലെങ്കിൽ കഴക്കൂട്ടത്താണെങ്കിൽ അവളുടെ ആവശ്യം ഉണ്ട്, കഴക്കൂട്ടത്താണെങ്കിൽ അവൾക്ക് കിട്ടും, തൽക്കാലത്തേക്ക് ഇപ്പൊ അവിടെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ലത്, അതുകൊണ്ടാണ് അവിടെ ആക്കണേന്ന് പറഞ്ഞു. അത് കേട്ടത് കൃഷ്ണമോള് പറഞ്ഞു, പക്ഷെ എന്നാലും വേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞു. ബബിത പറഞ്ഞു, അലീന ചേച്ചി എവിടെ ചെന്നാലും നല്ല രീതിയിൽ നിൽക്കാൻ അറിയാം, കുറച്ച് ദിവസം കൊണ്ട് അവിടെ ആയിട്ട് ഇറങ്ങിച്ചേരും, അവിടെ ചെന്ന് കഴിയുമ്പോൾ നമ്മളെയൊക്കെ മറന്നുപോകും, നമ്മളെയൊക്കെ ആരോർക്കാനായിട്ടാ? കൃഷ്ണമോള് പറഞ്ഞു, ഓർക്കാനായിട്ട് അലീന ചേച്ചിക്ക് ഇവിടെ എന്താ നല്ലതുണ്ടായിരുന്നേ? വന്ന കാലം തൊട്ട് എല്ലാവരും കൂടെ പീഡിപ്പിക്കുമല്ലായിരുന്നോ? ഇപ്പം കുറച്ച് ദിവസങ്ങളല്ലേ ആയിട്ടുള്ളൂ, വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയിട്ട്. ബാലേന്ദ്രൻ പറഞ്ഞു, ആ പറഞ്ഞ 100% സത്യമാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഭവിത പറഞ്ഞു, ഇതേ രോഹിത്തേട്ടാ, ഇത് നമ്മളെ കുത്തി പറഞ്ഞ ഇവളെന്ന് പറഞ്ഞു. ആ സമയത്താണ് അലീന അങ്ങോട്ടേക്ക് വരുന്നത്. അലീന വന്നിട്ട് ചോദിച്ചു, ഇതെന്താ ആരും ഒന്നും കഴിക്കാത്തെ? അതെ, അലീന ചേച്ചി വരട്ടെ എന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ആ സമയം അലീന ചോദിച്ചു, എന്താ ഇവിടെ ഒരു തർക്കം കേട്ടതാ? അത് പിന്നെ തർക്കമൊന്നും അല്ല അലീന ചേച്ചി, ഞാനുള്ള സത്യം പറഞ്ഞ എന്താ, അലീന ചേച്ചി എല്ലാവരും കൂടെ ഇവിടെ ദ്രോഹിക്കുമല്ലേ ചെയ്തേ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. അതാണോ? അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ? ആ സമയം കൃഷ്ണമോള് പറഞ്ഞു, എന്നാലും ദ്രോഹിച്ചല്ലേന്ന് ചോദിച്ചു. അതൊക്കെ ഞാൻ മറന്നു കഴിഞ്ഞു, അത് മാത്രമല്ല പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല, നമ്മുടെ മനസ്സിൽ ചില കാര്യങ്ങളൊക്കെ ആഴത്തി പതിഞ്ഞിട്ടുണ്ടെങ്കിലേ പിന്നെ
നമുക്ക് എന്തെങ്കിലും പീഡനം ഏറ്റിട്ടുണ്ടെങ്കിൽ അതിന് മേലെ ആ മുറിവിന് മേലെ മരുന്ന് പുരട്ടി തന്ന് സാന്ത്വനിപ്പിക്കുമ്പോൾ ഉണ്ടല്ലോ ആ വേദന നമ്മൾ എന്താണെങ്കിലും മറന്നുപോകും. അതൊരാശ്വാസം തന്നെയാന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അത് 100% ശരിയാ, സത്യമായിട്ടുള്ള കാര്യമാന്ന് പറഞ്ഞു. അപ്പോഴേക്കും രോഹിത് പറഞ്ഞു അലീന ചേച്ചി പോകുമെന്ന് തന്നെ ഉറപ്പിച്ചോ? ബബിത പറഞ്ഞു അലീന ചേച്ചി പോവണ്ടായിരുന്നു, ഇവിടെ നിന്നാ മതിയായിരുന്നു പറഞ്ഞു. ബാലേന്ദ്രൻ പറഞ്ഞു അതെ, ഇവളെ ഇവിടുന്ന് പറഞ്ഞു വിടാനായിട്ട് എനിക്കും ആഗ്രഹം ഉണ്ടായിട്ടല്ല, പക്ഷെ ഇവളെ നിർബന്ധം പിടിക്കുന്നതുകൊണ്ട് മാത്രം. അലീന പറഞ്ഞു എനിക്ക് പോണം, പോവാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു നിന്റെ ഇഷ്ടം അതാണ്, അത് നടക്കട്ടെ, ഞാൻ പിന്നെ ഇനി എതിർത്തൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. കുട്ടികൾക്കൊക്കെ ഭയങ്കര വിഷമമായിരുന്നു. അലീന പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും അവർക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അലീന മുറിയിലേക്ക് വന്നു. അങ്ങനെ ഫോൺ എടുത്ത് നോക്കിയിട്ട് പിന്നീട് മനുവിനെ വിളിക്കുകയാണ്. ആ സമയത്ത് മനു ചോദിച്ചു എന്ത് പറ്റിയായിരുന്നു? അത് പിന്നെ മനുവേട്ട ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുറേ പണിയുണ്ടായിരുന്നു, അടിച്ചു വാരണം, അങ്ങനെ കഴുകാനും പെറുക്കാനും എല്ലാം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് സമയം കിട്ടിയില്ല, ഇപ്പോഴൊന്ന് ഫ്രീ ആയത്, അതുകൊണ്ടാണ് ഇപ്പോൾ വിളിക്കണേന്ന് പറഞ്ഞു. അല്ല അങ്കിള് പോയിട്ട് വന്നോന്ന് ചോദിച്ചു. തിരിച്ചെത്തി. അങ്കിൾ എന്തേലും പറഞ്ഞോ? നിന്നെ എവിടെയാ കൊണ്ടേ ആക്കണേന്ന് എന്തേലും? അത് പിന്നെ കുളത്തൂപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടേ ആക്കണേ. കുളത്തൂപ്പുഴയാ? അതെ. അതെന്തിനാ അവിടെ കൊണ്ടേ ആക്കണേന്ന് ചോദിച്ചില്ലേ? എങ്ങനത്തെ ജോലി എന്താ? അത് പിന്നെ അവിടെ ഏതൊരു വീട്ടിൽ നിൽക്കാനാ, വലിയ മുതലാളിയുടെ വീടാന്നാ പറഞ്ഞേ, അവിടെ നിർത്താനാന്നാ പറഞ്ഞേ. ഓ അങ്ങനെയാണല്ലേ, വേറെന്തെങ്കിലും പറഞ്ഞോ? വേറെന്ത് പറയാനായിട്ട്? എന്താ മനുവേട്ട അങ്ങനെ ചോദിച്ചേ? അല്ല നീലഗിരിക്ക് പോയ കാര്യം വല്ലതും പറഞ്ഞായിരുന്നു? നീലഗിരിക്കോ? അതെങ്ങനെ മനുവേട്ടൻ അറിഞ്ഞു? അതിവിടെ ഗംഗാധരൻ അങ്കിള് വന്നിട്ടുണ്ടായിരുന്നു. അങ്കിള് പറഞ്ഞ അങ്കിളിനെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പഴയ കഥകളൊക്കെ ചോദിച്ചെന്ന്, ഭായിജാനിയുടെ പഴയ കഥകളൊക്കെ ചോദിച്ചെന്ന്. അപ്പൊ അച്ഛനിത് എന്ത് ഭാവിച്ചെന്നൊരു ചിന്ത അലീനയുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. എന്നിട്ട് എന്തായി? എന്നിട്ട് അവിടുന്ന് പോയെന്ന് പറഞ്ഞേ. ഒരുപക്ഷെ നീ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണ സമയം തന്നെ ആൻറ്റിയോട് ഈ കഥകളൊക്കെ അങ്കിള് പറയുന്ന എനിക്ക് തോന്നേ. അങ്കിളുടെ സ്വഭാവം അറിയാലോ. അപ്പോഴേക്കും അലീന പറഞ്ഞു മനുവേട്ട അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതെ നിനക്ക് അവിടുന്ന് പോകാതിരുന്നുകൂടെ? പോകാതിരിക്കുകയാണെങ്കിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ. ആൻറ്റി എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അത് ശരിയാകത്തില്ല മനുവേട്ട. ഒരുപക്ഷെ ഞാൻ പോയില്ലെങ്കിൽ മാഡം എങ്ങോട്ടേലും പോവും, എവിടെയെങ്കിലും വാടക വീടെടുത്ത് എത്ര കാലം എന്ന് വെച്ചാൽ അതിനിടയ്ക്ക് ചിലപ്പോൾ ഡിവോഴ്സിന് ശ്രമിച്ചെന്നിരിക്കും. വെറുതെ എന്തിനാ? അതുകൊണ്ടാണ് ഞാൻ പോവാന്ന് തന്നെ തീരുമാനിച്ചെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ. അല്ല നിനക്ക് പോകാൻ സമ്മതമാണോ വീട്ടിൽ നിന്ന്? സമ്മതിക്കാതെ പറ്റില്ല മനുവേട്ട, പോകേണ്ട കാര്യത്തിന് പോയല്ലേ മതിയാവുള്ളൂ. നീ പോയി കഴിയുമ്പം എന്നെ മറന്നു പോകുമായിരിക്കില്ലേ, പിന്നെ എന്നെ ഓർക്കത്തില്ലായിരിക്കുമല്ലേ എന്ന് മനുവേട്ടനോട് ആരാ പറഞ്ഞേ? അല്ല അത് പിന്നെ എനിക്കറിയാം മനുവേട്ട, മനുവേട്ടൻ കൂടുതലൊന്നും പറയണ്ട. അതെ എവിടെ പോയാലും ഞാൻ മനുവേട്ടൻ്റെ അരികിൽ തന്നെ ഉണ്ടാവും. പിന്നെ മനുവേട്ടൻ എന്തിനാ വിഷമിക്കണേന്ന് ചോദിച്ചു. ഇതൊക്കെ ഇപ്പൊ പറയുന്ന, പോയി കഴിയുമ്പോൾ അറിയാം. അങ്ങനൊന്നും ഇല്ലാന്നേ, ഈ അലീനയെ മനുവേട്ടനെ അറിയത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് മനുവിനെ സമാധാനിപ്പിക്കുകയാണ് അലീന. അത് കേട്ടുകഴിഞ്ഞപ്പം മനുവിന് ഇത്ര ആശ്വാസമൊക്കെ തോന്നി. എന്നാലും അലീന പോകുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സമയം കൂടെ സംസാരിച്ചിട്ടാണ് അങ്ങനെ കോള് കട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ മനുവിൻ്റെ അടുത്തേക്ക് ഗംഗാധരനൊക്കെ വരുവാണ്. ഗംഗാധരൻ ശിവശങ്കരൻ കൂടെ വന്നു. പിന്നീട് ഗംഗാധരൻ ചോദിച്ചു അല്ല ബാലേന്ദ്രൻ എത്തിയോ? ബാലേന്ദ്രനെ വിളിക്കാൻ പറ്റോ ചെയ്തോന്ന് ചോദിച്ചു. ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടോ അയാൾ എവിടെ പോയെന്ന് വല്ലതും പറഞ്ഞോ? അത് പിന്നെ പുനലൂർക്ക് പോയി കാണും എന്ന് പറഞ്ഞു. അല്ല ഞാനിവിടെ വന്ന കാര്യം നീ പറഞ്ഞോ? ഞാൻ പറഞ്ഞു. അങ്കിൾ എന്തിനാ നീലഗിരിക്ക് പോയെന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അങ്കിൾ ആകെപ്പാടെ വല്ലാതെയായിപ്പോയി. അല്ല എന്നിട്ടോ? അല്ല സ്റ്റാൻലി ജോസഫിന്റെ അഡ്രസ്സും തപ്പിയെടുത്ത് എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചു. പിന്നീട് പറഞ്ഞു അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് നിന്നോട് വിശദമായിട്ട് നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗംഗാധരൻ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ സ്റ്റാൻലി ജോസഫിനെ അയാൾ കാണാൻ പോയിട്ടുണ്ടെങ്കിലും ആ കാര്യം തുറന്നു പറയോ? നീയാ ഞാനിവിടെ വന്ന കാര്യം പറയണ്ടായിരുന്നു. അത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു അത് ശരിയാ, അത് പറയാനുള്ള സാധ്യത കുറവാന്ന് പറഞ്ഞു. അത് പിന്നെ അച്ഛാ പറയാതിരിക്കാൻ പറ്റില്ലായിരുന്നു. ഞാൻ പറഞ്ഞു എന്തിനാ കള്ളത്തരം പറയണേ, ഉള്ള കാര്യം അങ്ങോട്ട് പറഞ്ഞു. ഈ സമയം ഗംഗാധരൻ പറഞ്ഞു ഇനിയിപ്പോൾ എന്താ സംഭവിക്കണമെന്ന് അറിയത്തില്ല. ഒരു പക്ഷേ സ്റ്റാലിയെ കണ്ടോ കണ്ടില്ലോ എന്ന് അറിയത്തില്ലോ, അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പോയെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, വിസ്തമായിട്ടൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ കണ്ടില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ. ചിലപ്പോൾ കണ്ടു കാണും. സ്റ്റാൻലി ചിലപ്പോൾ അലീനെ ഏറ്റെടുക്കാനായിട്ട് തയ്യാറായി കാണത്തില്ല, അതുകൊണ്ടായിരിക്കും പറയാതിരുന്നേ. ഇത് കേട്ടപ്പോൾ ശിവശങ്കരൻ പറഞ്ഞു എന്താണെങ്കിലും പ്രശ്നം തന്നെയാണല്ലോ. അതെ ഒരു പക്ഷെ അലീനെ അവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണെന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വൈജയന്തിയെ വെറുതെ വിടുവോ? ബാലേന്ദ്രന് പകയാ. ഇനിയിപ്പം സ്റ്റാൻലി വന്ന് അലീനെ ഏറ്റെടുത്തെന്ന് വെച്ചോ, ഇനി അലീനെ ഏറ്റെടുക്കാൻ വന്ന സമയത്ത് സ്റ്റാൻലി ഇങ്ങോട്ടേക്ക് വരാതിരിക്കുവോ? ഈ വീടും കാര്യങ്ങളൊക്കെ സ്റ്റാൻലിക്ക് അറിയാവുന്നതല്ലേ. അങ്ങനെ വന്ന് വൈജയെ കണ്ട എല്ലാം തീർന്നു.
ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഗംഗേട്ടാ? ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിയിട്ട് വേണം എനിക്ക് പോകാൻ. ഒരു കാര്യം ചെയ്താലോ, നമുക്ക് ബാലേന്ദ്രനുമായിട്ട് പോയി സംസാരിച്ചാലോ? എന്ത്? അല്ല, ഇതിനെക്കുറിച്ച് സംസാരിക്കാം. എടാ മനു, നീയും കൂടെ വരണം, നാളെ പോയി സംസാരിക്കാമെന്ന് പറഞ്ഞു. ഞാനോ? ഞാൻ എന്തിനാ വരുന്നേ? നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് എനിക്കെന്ത് റോളായിരിക്കണേ? ഏയ്, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നീയും കൂടെ വരണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോൾ ഭവിത കോളേജിലേക്ക് പോകാനായിട്ട് സ്കൂട്ടിയുടെ കീ എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് പോകുമ്പോഴത്തേനും അലീന പറഞ്ഞു, അതെ, നോക്കിയും കണ്ടുമൊക്കെ പോകണം, സ്പീഡ് കുറച്ച് പോയാൽ മതി. അയ്യോ ചേച്ചി, ഇപ്പം തന്നെ ലേറ്റായി. അത് കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത്ര ലേറ്റ് ആയതിൻ്റെ പേരിൽ ആരെങ്കിലും വഴക്ക് പറയുകയാണെങ്കിലേ എൻ്റെ ചേച്ചി പറഞ്ഞിട്ടാ ഞാൻ ഇത്ര താമസിച്ച് വന്നതെന്ന് പറഞ്ഞാൽ മതി. ഓ കൊള്ളാലോ എന്നും പറഞ്ഞുകൊണ്ട് ഭവിത അവിടെ ഒരു നിമിഷം നിന്നു. പിന്നീട് ഓടി വന്ന അലീനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കുകയാണ്. ഇതെന്താടി, എന്താണെന്ന് മനസ്സിലായില്ലേ? ഇല്ല, എങ്കിൽ മനസ്സിലാവണ്ട എന്നും പറഞ്ഞുകൊണ്ട് പോയി സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് തിരിയുമ്പോഴത്തേനുമാണ് കൊല്ലപ്പള്ളിക്കാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ആ സമയം ഗംഗാധരൻ ചോദിച്ചു, ആ നീ കോളേജിലേക്കാണോ? അതെ കോളേജിലേക്കാ. എന്താ എല്ലാവരും കൂടെ? ചുമ്മാ ഇവിടെ ഒന്ന് വന്നിട്ട് പോകാമെന്ന് കരുതി. അതെ, ഇപ്പം തന്നെ സമയം ലേറ്റായി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ടാറ്റയും കൊടുത്ത് ബബിതയും കൂടെ പോയി. അങ്ങനെ ഗംഗാധരനും ശിവശങ്കരനും ഒക്കെ അങ്ങോട്ട് കയറി വരുവാണ്. ആ സമയം അലീന പറഞ്ഞു, ആഹാ ഇത് കൊള്ളാലോ, ഒരു സർപ്രൈസ് വിസിറ്റ് ആയിട്ടുണ്ടല്ലോ, ഇതെന്ത് പറ്റി മുന്നറിയിപ്പില്ലാതെ? അടേ ബാലേന്ദ്രൻ എവിടെ ഇല്ലേ? കൊണ്ട് അച്ഛൻ മുറിയിലുണ്ട്. ആ ബാലേന്ദ്രനെ ഒന്ന് കാണാൻ വേണ്ടി വന്നാന്ന് പറഞ്ഞു. അച്ഛൻ മുറിയിലുണ്ട്, എന്നാ ശരി കാണട്ടെ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഗംഗാധരൻ നിന്നിട്ട് പറഞ്ഞു, അല്ല മോൾ ഇവിടുന്ന് പോകുകയെന്നുള്ള കേട്ടല്ലോ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീനയുടെ മുഖമൊക്കെ വല്ലാതായിപ്പോയി. അലീനയ്ക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കഥകളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.